نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه യെസ് ഗൈസ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ ഉച്ചക്കരമൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? ഞാൻ അങ്ങനെയാണ്, എല്ലാ സംബന്ധം സുഖമാണോ ചോദിക്കട്ടെ. പിന്നെ ഒരാളോട് സുഖമാണോ ചോദിക്കട്ടെ. പരീക്ഷയാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കേണ്ടത് പരീക്ഷയാണ് അതാണ് ഇതാണ് എന്നൊക്കെ അങ്ങനെ ആക്കേണ്ടത്. അങ്ങനെ നല്ല സുഖമാണോ? എന്തൊക്കെയുണ്ട്? നമുക്ക് പഠിക്കാലോ. ഇമ്പോർട്ടൻറ്റ് പാർട്സ് വേറെ വരുന്നുണ്ടല്ലോ, അതൊക്കെ കാണണമല്ലോ, ഫുൾ മാർക്ക് വാങ്ങണമല്ലോ. അങ്ങനെയൊക്കെയല്ലേ ഞാൻ പറയാം അല്ലേ? അങ്ങനെയൊക്കെയല്ലേ ഞാൻ പറയേണ്ടത് അല്ലേ? അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ വന്നിട്ട് പരീക്ഷയാണ് പഠിച്ചൂടി പരീക്ഷ തോറ്റു അങ്ങനെയൊന്നല്ല. നിങ്ങളാരും പേടിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം ജയിക്കും. ഉറപ്പുള്ള കാര്യം, എല്ലാവരും ജയിക്കും. ഉറപ്പുള്ള കാര്യം. നല്ല മാർക്ക്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാർട്സും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ സെറ്റ് ആയിട്ട് കാണും. ഫുൾ മാർക്ക് ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അത് വെറുതെ കൊടുത്തതല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുത്തത്. പോയിട്ട് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്, ഗോ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഉണ്ട്, അത് കൂടെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ലൈക്ക് ബട്ടൺ എങ്ങനെയുണ്ട്? രസമുണ്ട്, സൂപ്പർ അല്ലേ? യെസ് ഗൈസ്, നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ 9496544588 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക. അപ്പൊ നിങ്ങൾക്ക് ലിങ്കുകൾ കിട്ടും. ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സെറ്റ് ആണോ? റെഡി ആണോ? പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷമീൽ തറോൽ എന്ന് ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒന്ന് അടിച്ചു നോക്കുക, നമ്മളൊന്ന് ഫോളോ ചെയ്യുക. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി പോവാണ്. സെറ്റ് ആണോ? റെഡി ആണോ? അങ്ങനെയാണ് വായിച്ചത്. യെസ് ഗൈസ്, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ടീച്ചർ സെഡ് ദാറ്റ് there are many small creatures in the soil. അവിടെ ഉള്ളതാണോ വായിക്കുന്നത്? ഇവിടെ ഉള്ളതാണ് വായിക്കുന്നത്. How will they breathe underground? There's air in the soil. അപ്പൊ ടീച്ചർ ഇങ്ങനെ പറയാണ്, ഈ മണ്ണിന്റെ അടിയിലൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ജീവികളൊക്കെ. അപ്പൊ മണ്ണിന്റെ അടിയിൽ നിന്ന് ഇവരെ എങ്ങനെയാ ശ്വസിക്കുക? മണ്ണിന്റെ അടിയിൽ ഓക്സിജൻ ഉണ്ടോ? ചോദിക്കാൻ അല്ലേ? അപ്പൊ നമ്മളോട് പറയാണ്, ഡിഡ് യു റീഡ് ദ ഡൗട്ട് ഓഫ് ദ അനിമോളിന്റെ ഡൗട്ട് കേട്ടോ. Write an experiment to find out the presence of air in the soil. നമ്മളോട് ഈ എയർ മണ്ണിന്റെ അടിയിൽ എയർ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് പറയാൻ വേണ്ടി പറയണം. എന്താ നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? അതേപോലെ തന്നെ, don't you see earthworms in the soil? What kind of soil is consumed by earthworms as food? എന്താണില്ലേ എർത്ത് മണ്ണിരനെയൊക്കെ നമുക്കറിയൂലേ, അവരെന്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. യെസ് ഗൈസ്, ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ്. ഒരു കുറച്ച് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ്സിൽ അല്ലേ, എന്നിട്ടോ ആൻഡ് പുട്ട് ദ ക്ലംസ് ഓഫ് ദ സോയിൽ ഇൻ ടു ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്ലംസ് എടുത്തിട്ട്, സോയിലിനെ കുറിച്ച് ക്ലംസ് എടുത്തിട്ട് അതിലേക്ക് ഇടുക. അപ്പൊ വി ക്യാൻ സീ എയർ ബബിൾസ് റൈസിംഗ് ഫ്രോം ദ ക്ലംസ് ഓഫ് സോയിൽ. അപ്പൊ നമുക്ക് കാണാം അല്ലെ, എയർ ബബിൾസ് ഒക്കെ ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ ആയി പോകുന്നത് കാണാം. When the water seeps into the clumps of soil, the air inside the soil comes out. That is why bubbles come up. അല്ലേ? അപ്പോൾ വെള്ളത്തിൽ ആ ഒരു സംഭവത്തിൽ പിന്നെ സോയിലിൽ എയർ ഉള്ളത് കൊണ്ടാണ് അത് വെള്ളത്തിലിട്ടപ്പോൾ എന്ത് ചെയ്തത്, ഇങ്ങനെ ബ്ലം ബബിളുകളായി വന്നത്. എന്താ? അതിന്റെ എയറുകളാണ്. അതിന്റെ എയറുകളല്ല, അതിന്റെ എയറാണ് അല്ലേ? എയറുകളോ എന്താണ് പറയുന്നത്? ഓക്കെ, യെസ് ഗൈസ്, ഇനി ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, remains of creatures, etc. Plants grow abundantly in soil rich with more biomass. Soil with biomass is the food of earthworms. അതാണ് ആ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ? Biomass includes dried leaves, part of stem, remains of creatures, etc. അല്ലേ? ഈ സാധനങ്ങളൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ആക്ടിവിറ്റി 2. ഈ ഒരു സംഭവം നമുക്കറിയാം. Given below are some waste materials found by Mary and her friends when they cleaned the school and its surroundings. Can you sort them and dispose them in the appropriate waste bins? ഇപ്പോൾ നമ്മളോട് പറയാണ്, ഇവിടെ 3 വേസ്റ്റ് ബിൻ നമുക്കറിയാം. പല കളറിലുള്ള 3 വേസ്റ്റിനുണ്ട്. പച്ച, ചുവപ്പ്, മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പല കളറിലുള്ള 3 വേസ്റ്റ് ബിൻസ് ഉണ്ട്. ആ 3 വേസ്റ്റ് ബിൻസിലും ഓരോ സാധനങ്ങളാണ്. ഒന്നാമത്തേൽ ഓർഗാനിക് വേസ്റ്റ് ഇടും. ഇതിലെന്ത് വേസ്റ്റ് ഇടും? എന്ത് വേസ്റ്റ് ഇടും? എന്ത് വേസ്റ്റ് ഇടും? ഇതിൽ ഓർഗാനിക് ആണെങ്കിൽ ഇതിലെന്തിടും? ഒന്നിൽ പ്ലാസ്റ്റിക് ഇടണ്ടേ? ഒന്നിന് വേറെന്തിടും? നമുക്ക് നോക്കാം. യെസ് ഗൈസ്, ഒന്നാമത്തേത് നമ്മൾ ഇവിടെ കൊടുത്തു, രണ്ടാമത്തേത് നമ്മൾ ഇവിടെ കൊടുത്തു, മൂന്നാമത്തെ ഇവിടെ കൊടുത്തു ഇല്ലേ?
ബാറ്ററീസ്, മെഡിസിൻ ബോട്ടിൽ, ബൾബ്സ് ഒക്കെ ഇതിൽ നമ്മൾ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തതിലോ ഇൻഓർഗാനിക്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ്, തെർമോകോള്, ബ്രോക്കൺ ഗ്ലാസ് പീസസ് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ മറ്റേലോ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, പേപ്പർ ഒക്കെ ഇതിലാണ് ഇടുന്നത്, ഓർഗാനിക് വേസ്റ്റിൽ. ഇങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ഇല്ലേ, നമുക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാ അല്ലേ? നമ്മൾ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലേ ഗായ്സ്? ഉണ്ട് ഗായ്സ്, പറയൂ ഗായ്സ്. ഇല്ലേ, ഈ സാധനം തന്നെ ഇത് നോക്കി വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് വന്നാൽ എഴുതി കൊടുക്കാം. യെസ് ഗായ്സ്. അടുത്തത്, ഡിഡ്ന്റ് യു സീ ദ പിക്ചർ? Why do we say that we should not throw away plastic object? എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സാധനങ്ങളൊന്നും പുറത്തേക്ക്, പ്ലാസ്റ്റിക് ഒന്നും പുറത്തേക്ക്? പ്ലാസ്റ്റിക് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ ഓർ decompose in the soil. They will remain in the soil for many years and this is harmful to soil. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം വെള്ളത്തിലും ലയിക്കൂല, മണ്ണിലും ലയിക്കൂല. ഈ സാധനം ഇങ്ങനെ കിടക്കും അല്ലേ? നമ്മൾ വീട്ടിൽ പുറത്ത് പണിക്കാരൊക്കെ വന്നിട്ട് ഈ കൊത്തുന്ന സമയത്തൊക്കെ അല്ലെ, ഇങ്ങനെ കൊത്തലൊന്നുമില്ല, പുറത്ത് പറമ്പിലൊക്കെ ഒന്ന് കൊത്തൂലേ തൊഴിലുറപ്പുകാരൊക്കെ വന്നിട്ട് അല്ലേ? അവർക്ക് 10 കൊല്ലം മുമ്പുള്ള പ്ലാസ്റ്റിക് വരെ ഒന്നും ഇങ്ങനെ എടുക്കുന്നുണ്ടാവും ഇല്ലേ? എന്താണ്, ജലത്തിലും ലയിക്കൂല, മണ്ണിലും ലയിക്കൂല, ഇങ്ങനെ നിൽക്കുന്ന സാധനം. അതൊക്കെ നമുക്ക് എന്താണ്, ഈ സാധനത്തിന് മണ്ണിനും ഒക്കെ മോശമാണ്, ചെടിയൊന്നും വളരൂല, ഒക്കെ മണ്ണിന്റെ ഫലപുഷ്ടിയൊക്കെ നഷ്ടപ്പെട്ടു ഇല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഈ സാധനം ഒന്നും വലിച്ചെറിയരുത്. ആണോ? അതെ. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന ആക്ടിവിറ്റി 3 ആണ്. Not the names and pictures of food items in the album prepared by Dakshina. Find out and write which category they belong to. അല്ലേ, ഇവിടെ റൈസ് കൊടുത്തിട്ടുണ്ട്, യാം കൊടുത്തിട്ടുണ്ട്, ഗ്രേപ്പ് കൊടുത്തിട്ടുണ്ട്, മിൽക്ക്, എഗ്, ഫിഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇവിടെ റൈസ്, അതേപോലെ തന്നെ യാം, ട്യൂബേഴ്സ്, അതേപോലെ തന്നെ ഗ്രേപ്പ്, ഫ്രൂട്ട്സിലാണ് വരുന്നത്. മിൽക്ക്, എഗ് ഒക്കെ ഫ്രം ആനിമൽ സോഴ്സസ്. യെസ് ഗൈസ്, അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോട്ട് ദ നെയിംസ് ആൻഡ് പിക്ചേഴ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ ദ ആൽബം പ്രിപ്പയർഡ് ബൈ ദക്ഷിണ. Find out and write which category. ഏത് കാറ്റഗറിയിലാണ്? അപ്പൊ റൈസ് നമ്മൾ കൊടുത്തു, ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പറഞ്ഞു. യാം ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പറഞ്ഞു. ഗ്രേപ്പ് ഏത് കാറ്റഗറിയിലാണ് പറഞ്ഞു. മിൽക്കും എഗ്ഗും ഫിഷും ഒക്കെ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പറഞ്ഞു. ഏത് കാറ്റഗറിയിലെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറയാം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏതാണ് നമുക്ക് പറയാം. മരച്ചീനി കിട്ടിക്കഴിഞ്ഞു അല്ലേ? മരച്ചീനി കിട്ടിയാൽ നമുക്ക് പറയാൻ കൊടുക്കാം അത് ഏത് കാറ്റഗറിയാണ് അല്ലേ? റൈസ് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ വേറെ ഗോതമ്പ് കിട്ടിക്കഴിഞ്ഞു, നമ്മൾ വീറ്റ് അല്ലേ, നമുക്ക് എഴുതി കൊടുക്കാം അത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് ഇല്ലേ? യെസ് ഗൈസ്. അതേപോലെ തന്നെ വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡു വി കൺസ്യൂം മോസ്റ്റ്, കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ്? വൈ ഡു വി കുക്ക്ഡ് ഫുഡ് ഐറ്റംസ്? അപ്പോ കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടം കുക്ക് ചെയ്ത ഫുഡിനോടാണല്ലോ. എന്തുകൊണ്ടാണ്? ടു ഇൻക്രീസ് ദ ടേസ്റ്റ്, ടു ഈസ് ദ ഡൈജഷൻ അല്ലേ, ടു ഡിസ്ട്രോയ് ദ ജംസ് അല്ലേ? അപ്പോൾ അതിലുള്ള ബാക്ടീരിയകളൊക്കെ കളയാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമുക്കോ അത് ഈസി ആയിട്ട് നമുക്കത് ദഹിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് അല്ലേ? ടു ഇൻക്രീസ് ദ ടേസ്റ്റ്, അതേപോലെ തന്നെ ടു ഈസ് ദ ഡൈജഷൻ, അതേപോലെ തന്നെ ടു ഡിസ്ട്രോയ് ദ ജേംസ്. ആരാണത്? പല്ലിയാണ് തോന്നുന്നുണ്ട്. യെസ് ഗൈസ്. അപ്പൊ ഈ ഒരു സംഭവം എന്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അല്ലെ? ഓരോ സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് നമുക്ക് എഴുതാൻ വേണ്ടി അറിയണം ഇല്ലേ? അരി തന്നാൽ നമുക്ക് ഏതാ കാറ്റഗറി എന്ന് എഴുതാൻ അറിയണം. ഇവിടെ ചേന തന്നു, ഏത് കാറ്റഗറിയാന്ന് എഴുതാൻ അറിയണം. കപ്പക്കിഴങ്ങ് തന്നു, ഏത് കാറ്റഗറിയാന്ന് എഴുതാൻ അറിയണം. മീനിനെ തന്നു, ഏത് കാറ്റഗറിയാന്ന് എഴുതാൻ അറിയണം. പിന്നെ വേറെ എന്തെങ്കിലും ആപ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രോബെറിയോ അതൊക്കെ തന്നു, ഏത് കാറ്റഗറിയാന്ന് എഴുതാൻ അറിയണം. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ? ഒരു ടൊമാറ്റോ ഏത് കാറ്റഗറി എന്ന് എഴുതാൻ അറിയണം. ഇതൊക്കെ സിമ്പിൾ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന ആക്ടിവിറ്റി 4 ആണ്. സിബ്ര ലൈൻ അല്ലേ? സിബ്ര ലൈൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നമുക്ക് ചാടി ഓടി കളിക്കാൻ വേണ്ടി. അങ്ങനെയാണോ? യെസ്. Nihal and his friends sitting in the school bus saw people crossing the road along the black and white strips. What are those lines seen on the road? What is the purpose of it? ആ ഒരു ബ്ലാക്കും വൈറ്റും ഉള്ള ആ ലൈൻ എന്താ? സിബ്ര ലൈൻ ആണ് അല്ലേ? What should be kept in the mind while walking on the road? എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. അതിന്റെ പേരെന്താ? അതിന്റെ പേര് സിബ്ര ലൈൻ എന്നാണ്. These are for pedestrians to cross the road അല്ലേ? കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ സംഭവം എന്ന് പറയുന്നത്. പിന്നെയോ walk along the right side. റോഡുമ്മ കൂടെ നടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? walk along the right side. പിന്നെയോ don't walk cult. പിന്നെയോ walk only along the footpath if it's there അല്ലേ? അപ്പോൾ ഫുട് പാത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന് കൂടെ മാത്രം നടക്കുക, റൈറ്റ് സൈഡിൽ കൂടെ മാത്രം നടക്കുക. don't walk cult.
റെഡി. അപ്പോൾ ഈ ഒരു റോഡുമായിട്ട് ബന്ധപ്പെട്ട പാഠം നമുക്കുണ്ട് ഇല്ലേ? അതിൽ നമുക്കറിയാം കാൽനടയാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ വെള്ളയും കറുപ്പും കളറുള്ള ആ വരയുള്ള സീബ്രന്റെ മുകളിലുള്ള വര. അതുകൊണ്ടാണ് അതിന് സീബ്ര ലൈൻ എന്ന് പേര് വന്നത് ഇല്ലേ? അതുകൊണ്ടാണ് അതിന് സീബ്ര ലൈൻ എന്ന് പേര് വന്നത്. പിന്നെന്താ നമ്മളോട് എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്? നമ്മൾ പറഞ്ഞു ഓക്കെ റൈറ്റ് സൈഡ് കൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. പിന്നെയോ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ഫുട്പാത്ത് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുത്ത ആക്ടിവിറ്റി 5 ഡിസീസസ്. നമുക്ക് രോഗങ്ങൾ വരുത്തുന്ന കുറെ ചങ്ങായിമാരുണ്ട്. കൊതുകു, ഈച്ച, ആന എന്നൊക്കെ പറയുന്നത്. ആനയല്ല, കൊതുകു, ഈച്ച. പിന്നെന്താടാ? കൊതുകു, ഈച്ച, എലി. നോക്കാം. Don't you know that tiger, mosquito, chinden, rat and money fly? These organisms spread many diseases. Identify and tabulate the diseases given in the box spread by above organisms. നോക്കാം. നമുക്ക് ചിക്കൻ ഗുനിയ കൊടുത്തിട്ടുണ്ട്, ലെപ്റ്റോസിറോസിസ് കൊടുത്തിട്ടുണ്ട്, കോളറ കൊടുത്തിട്ടുണ്ട്, പ്ലാഗ് കൊടുത്തിട്ടുണ്ട്, ഡെങ്കു ഫീവർ കൊടുത്തിട്ടുണ്ട്, ഡയോറിയ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾക്ക് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് നോക്കൂ. ഇവിടെ ഡിസീസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോ, ചിക്കൻ ഗുനിയും ഡെങ്കു. മോസ്കിറ്റോ പരത്തുന്ന ചിക്കൻ ഗുനിയും ഡെങ്കു, നമുക്കറിയാം ചിക്കൻ ഗുനിയും ഡെങ്കു. പിന്നെ അടുത്തത് ഏതാ? ഈ ഹൗസ് ഫ്ലൈസ് വരുന്നതാണ് കോളറ, അതേപോലെ തന്നെ ഡയറി, അതേപോലെ തന്നെ ഡിസീസ് ഓഫ് റാറ്റോ സാധനം രണ്ടും. സിമ്പിൾ അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയുന്നതാ. പിന്നെയോ if personal hygiene is not maintained, there is a chance for getting many diseases. Write any 3 decisions that you take for personal hygiene. നമുക്ക് സ്വയം വൃത്തിയില്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ നമ്മളെ തേടി വരൂലേ? ഏതൊക്കെ മൂന്ന് വൃത്തിയാക്കേണ്ട 3 ഏതൊക്കെയാണ്? ഐ വിൽ ബാത്ത് എവരിഡേ. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസ് ആണ്. എന്തൊക്കെ? ഐ വിൽ ബാത്ത് എവരിഡേ, എല്ലാ ദിവസവും ഞാൻ കുളിക്കും. പിന്നെയോ ഐ വിൽ ട്രിം മൈ നെയിൽസ് പ്രോപ്പർലി. നഖമൊക്കെ ഞാൻ എന്ത് ചെയ്യും? നല്ല വൃത്തിയിൽ വെട്ടും. ഐ വിൽ ക്ലീൻ മൈ ടങ് ആൻഡ് ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ്. ഞാൻ എൻ്റെ രാത്രിയും രാവിലെയും ഒക്കെ ഞാൻ എൻ്റെ ടങ്ങും ടീത്തും ഒക്കെ ഞാൻ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്യും എന്ന് പറയാണ് അല്ലേ? അപ്പൊ ഈ ഒരു സംഭവമാണ് ഹൈജീൻ, വൃത്തിയൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് രോഗങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു പാഠം നമുക്കുണ്ട്. അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അതിൽ നിന്ന് നമുക്ക് മോസ്കിറ്റോസ് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യണം മക്കളെ. അതേപോലെ തന്നെ ഹൗസ് ഫ്ലൈ, ഈച്ച പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യണം. റാറ്റ് പരത്തുന്ന, എലി പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്ലാഗ് പോലെയുള്ള രോഗങ്ങൾ അല്ലേ, ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം, നമ്മൾ പഠിക്കണം. സെറ്റാണ്. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, യെസ് ഗൈസ്, ഇവിടെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ആൻസർ ടു അപ്പുകുട്ടൻസ് ഡൗട്ട്. ഇവിടെ വി ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ് എക്സെട്ര ഇൻ അവർ ഡയറ്റ്. വൈ ഷുഡ് വി ഇൻക്ലൂഡ് ദീസ് ഇൻ അവർ ഡയറ്റ്? എല്ലാ സാധനങ്ങളും, ഫ്രൂട്ട്സും വെജിറ്റബിളും ധാന്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ധാന്യങ്ങളും എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ആ ഒരു ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണം. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഹെൽപ്സ് ടു ഗ്രോ, അതേപോലെ ടു പ്രിവെന്റ് ഡിസീസസ്, ടു ഗെറ്റ് സ്ട്രെങ്ത് ടു ഡു വർക്ക് അല്ലേ? നമ്മൾ മീനായാലും മുട്ടയാണെങ്കിലും പഴമാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ധാന്യങ്ങളാണെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതെന്താണ്? ഹെൽപ്സ് ടു ഗ്രോ, അതേപോലെ ടു പ്രിവെന്റ് ഡിസീസസ്, ടു ഗെറ്റ് സ്ട്രെങ്ത് ടു ഡു വർക്ക് അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ച പാഠത്തിലുള്ള സംഭവമാണ്. യെസ് ഗൈസ്, ആണോ ഗൈസ്? യെസ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ എന്തായാലും കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം, എന്നിട്ട് സെറ്റ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുന്നേ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്തായാലും കാണണം. ഇമ്പോർട്ടന്റ് പാർട്സ് എല്ലാ പരീക്ഷയുടെയും തലേ ദിവസങ്ങളിലായിരിക്കും മിക്കവാറും ഉണ്ടാവും. ഇമ്പോർട്ടന്റ് പാർട്സ് ഉണ്ടാവും. അതൊക്കെ കണ്ട് സെറ്റ് ചെയ്തിട്ട് ഫുൾ മാർക്ക് എൻ്റെ മക്കൾ എല്ലാ വിഷയങ്ങളിലും സ്കോർ ചെയ്യണമെന്ന് പറയുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ, ലവ് യു ഗൈസ്.